നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെയധികം സംതൃപ്തിയോടെ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചതിലുള്ള ഒരു സംതൃപ്തിയിലാണ് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ ഒരു നന്ദിയോടെ നോക്കി കാണുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു മാറ്റം ചിലരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നേക്കാം. പക്ഷേ അതിൽ നിന്നും നിങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിട്ട് രക്ഷപ്പെടുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ, അതുപോലെ തന്നെ നമുക്കൊരു തിരിച്ചടി കിട്ടുമ്പോഴൊക്കെയാണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതുമൊക്കെ. അപ്പോൾ അത്തരം തിരിച്ചറിവുകൾ നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായകമാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളുടെ വികാരങ്ങളെ ഇപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും അതൊന്നും അമിതമായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താൽ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങൾ പറഞ്ഞു നടക്കാനൊന്നും ശ്രമിക്കാറില്ല. അതേപോലെ തന്നെ സങ്കടം, സന്തോഷം, ദേഷ്യം ഇവയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വയ്ക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതൊന്നും ആരോടും പറയാനോ പ്രകടിപ്പിക്കാനോ നിങ്ങൾ താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് സമൃദ്ധി വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് വിജയം കൊയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ പലരും നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് പ്രതീക്ഷ അർപ്പിച്ച് ഏതോ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ഒരുപക്ഷെ പലർക്കും ഒരു വിദേശയാത്രയായിരിക്കാം. കൂടാതെ ഇവിടെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം നൽകുക എന്ന്. അതായത് നിങ്ങളുടെ ആരോഗ്യത്തിന്, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക്, നിങ്ങളുടെ സാമ്പത്തികത്തിനൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുക എന്ന്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മുൻഗണനയും പ്രാധാന്യവുമൊക്കെ നൽകുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കായിരിക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വില, നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ സ്വയം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കുമൊക്കെ വേണ്ടി നിലകൊള്ളുകയും വേണം എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ മനസ്സ് തുറന്ന് സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനും മനസ്സറിഞ്ഞ് സന്തോഷിക്കാനുമുള്ള ഒരു എനർജി നിങ്ങളിലിപ്പോൾ ശക്തമായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പുതിയ ബന്ധങ്ങൾ, സ്നേഹവും സന്തോഷവും നിറഞ്ഞ അനുഭവങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് ചില സഹായങ്ങൾ എത്തിച്ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് ജീവിതത്തിൽ പല കാരണങ്ങളാൽ വന്ന് ചേർന്നിട്ടുള്ള പ്രതിസന്ധികൾ മൂലം ഇനി മുന്നോട്ട് പോവാനായിട്ട് കഴിയില്ല എന്ന് കരുതി തളർന്നിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് ആരോ ഒരാൾ വന്ന് ചേരുന്നുണ്ട്. ഇനി മുന്നോട്ട് നിങ്ങൾ എങ്ങനെ പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി ആ ഒരു വ്യക്തി തരും എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ
അതിൽ നിന്നും മാറി നിങ്ങളിലേക്കൊരു സാമ്പത്തിക പുരോഗതി കൈവരുന്നുണ്ട്. സാമ്പത്തികമുണ്ടാക്കാനുള്ള ഒരു വഴി പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളിൽ പലരും ഈ ഒരു സമയം സാമ്പത്തികത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങളിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം അത്തരം പ്രവൃത്തികൾ നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകുന്നതാണ്. നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയന്ന് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഭയന്നിരിക്കാതെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ അതിജീവിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഏതൊരു കാര്യത്തിലും നിങ്ങളിലുള്ള ആ ഒരു കഴിവ് പ്രയോജനപ്പെടുത്തി സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച് വിജയിച്ചാൽ ആ ഒരു വിജയം നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം നിലനിർത്തി പോവാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല വിധത്തിലുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നുണ്ട്. എന്നാൽ അവയൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കുട്ടികളുമായിട്ടൊക്കെ പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ വീണ്ടും അവരോടൊപ്പം ചേർന്ന് നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വളരെ സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതം നിങ്ങളിലേക്ക് വീണ്ടും വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു എനർജിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ വളരെ കാലമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ നിങ്ങൾക്ക് സാധ്യമാവുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.